എല്ലാവർക്കും നമസ്കാരം. കലാം സ്റ്റോറിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേബീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഈ ചാനൽ തുടങ്ങിയതാണ്. കോവിഡിൻ്റെ സമയത്ത് തുടങ്ങിയതാണ്. ആ സമയത്ത് കുറേ കുക്കിങ്ങും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തീറ്റകളൊക്കെ ഉണ്ട്. ബേബീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീമിതയുടെ പേര് തന്നെയാണ്. അപ്പോൾ അവിടെ ഉള്ളത് കൊണ്ടാണ് മര്യാദയ്ക്ക് രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ജീവിച്ച് പോകണമെന്നുള്ളതാണ്. അതൊന്നും ആയിക്കോട്ടെ. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഇലക്ഷൻ്റെ തലേ ദിവസം, ഡിസ്ട്രിബ്യൂഷൻ്റെ ദിവസം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒരു ചെറിയൊരു ട്രീറ്റ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കുക്കിംഗ്, ഒരു മന്തിയാണ്. അതായത് എലക്ഷൻ അർജൻറ്റ് മന്തിയും AR സ്റ്റാഫിൻ്റെ പോളിംഗ് റിസൾട്ടും. അതാണ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്ക് ഇതിന് ഈ മന്തിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകൾ എന്തൊക്കെയാണ് നോക്കാം. ഈ പ്ലേറ്റിൽ കാണുന്ന പോലെ തന്നെ ഒരു 1.5 സ്പൂണ് മുളക് പൊടി വേണം, 2 സ്പൂൺ മല്ലിപ്പൊടി, പട്ട വേണം, ഏലക്കായ ഒരു 5-6 വേണം, വലിയ ജീരകം വേണം, ചെറിയ ജീരകം വേണം, കുറച്ച് കുരുമുളക് വേണം, ഒരു മാഗി ക്യൂബിൻ്റെ 2 പീസ് അതിനകത്തുണ്ടാവും, അതും വേണം. ഇവയെല്ലാം കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പൊടിച്ചെടുക്കേണ്ടതുണ്ട്. പൊടിച്ചെടുത്ത ശേഷം സൺഫ്ലവർ ഓയിൽ കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം ഒരു മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്ത ശേഷം സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുന്നു. ആ പേസ്റ്റിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകൾ ഇട്ടിട്ട് അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ മസാല മുഴുവൻ അതിനകത്ത് പിടിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതും കൂടി പിടിച്ച് കഴിയുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ഇതാക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു വെള്ളുള്ളി 1.5 സ്പൂണ്, ഇഞ്ചി 1.5 സ്പൂണ് ചതച്ചുണ്ടാവും, അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും. ചേർത്ത ശേഷം നമ്മൾ ഒരു 3/4 മണിക്കൂറോളം അതിനെ മാരിനേറ്റ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കും. 3/4 മണിക്കൂർ റെസ്റ്റിംഗ് പൊസിഷൻ. അപ്പോഴാണ് അതിന് മസാലകൾ കംപ്ലീറ്റ് കറക്റ്റായിട്ട് അതിൽ കയറുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മളത് ചെയ്യുന്നത്, ഇതിപ്പോൾ വെള്ളുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്താണ് റെസ്റ്റിംഗ് പൊസിഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ വെച്ച ശേഷം അപ്പോൾ അതിൽ നന്നായി കയറുന്നുണ്ടാവും. അതിന് ശേഷം നമ്മൾ ഈ കുക്കറിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് 10-20 മിനിറ്റ് വേവിച്ചെടുക്കുക. നമുക്കറിയാം അതിൻ്റെ വേവ് എന്താണെന്നുള്ളത്. അതായത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അതിനെ മറിച്ചിടുകയോ തിരിച്ചിടുകയോ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2 പോർഷനും വേകുമെന്നുള്ളതാണ്. ഇതിനോടൊപ്പം നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ അരിയും കൂടി ഇതിനോടൊപ്പം നമുക്ക് ശരിയാക്കാൻ പറ്റും. ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് കറക്റ്റാവും. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ മന്തി കടയിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് ചില സമയത്ത് അതിൻ്റെ ഇറച്ചിക്കൊന്നും വേവില്ലാത്ത ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പലരും മന്തി പുറത്തുനിന്ന് കഴിക്കാത്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ പറയുന്ന അരി 3/4 മണിക്കൂർ നമ്മളതിനെ കുതിർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇത് രണ്ടും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം തന്നെ ചിക്കൻ അവിടെ വേകുന്നും ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടും ഒരേ ടൈമിൽ നടത്താൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 3 സവോള, അതുപോലെ തന്നെ ഒരു 3 തക്കാളി, മല്ലി, പുതിന, ഒരു ക്യാപ്സിക്കം, ഇവയെല്ലാം തന്നെ നന്നായിട്ട് മുറിച്ച് ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ ഈ ഇതിൽ ചിക്കൻ ഉണ്ടാക്കിയതിൽ നിന്ന് പീസുകൾ വെന്ത് കഴിഞ്ഞു ചിക്കൻ, അതിൽ നിന്ന് പീസുകൾ വലുതെല്ലാം മാറ്റിയ ശേഷം അതിൻ്റെ ഗ്രേവിക്ക് മാത്രമായിട്ട് ഈ പറയുന്ന എല്ലാ കൂട്ടും കൂടിയിട്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ചേർക്കുക എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ പീസുകൾ മാറ്റിയിട്ടുണ്ട്. കാരണം അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു കാണാനും രസം ഉണ്ടാവില്ല. ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനും അതുപോലെ തന്നെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എല്ലാം ആയ ശേഷം അതിലേക്ക് മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഇത്തരത്തിൽ ഈ പറയുന്ന സവാളയും ആ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെയോടൊപ്പം തന്നെ നമുക്ക് അവിടെ വെള്ളം, അരിക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ചെറിയ പീസുകളെ കൊണ്ട് ഒരു സ്ട്രോക്ക് ഉണ്ടാക്കിയിരുന്നു. ആ വെള്ളമാണത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരി എത്രയാണോ അതിൻ്റെ 2 ഇരട്ടി വെള്ളവും കൂടി, ചുടുവെള്ളവും കൂടി അതിൽ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ കുതിർത്തിട്ട് കഴുകി വെച്ചിട്ടുള്ള അരി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വേവ് കറക്റ്റായിരിക്കും. കാരണം ആ വെള്ളം കറക്റ്റാണ് പറഞ്ഞാൽ ആ വെള്ളം വറ്റുന്നതോടുകൂടി അതിൻ്റെ വേവ് കറക്റ്റായിട്ട് വരും എന്നുള്ളതാണ്. അതിൽ വേറെ താമസങ്ങളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ തരത്തിലുള്ള ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തന്നെ നമുക്ക് ബിൻബിറ്റിയും ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു, ചിക്കൻ കംപ്ലീറ്റ് ആയി ഉണ്ടാക്കി കഴിഞ്ഞു, റൈസ് വേറെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേവുകയാണ്. ഒന്നൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെന്തു. ഇപ്പുറത്തെ ചിക്കനും അതുപോലെ ഏതാണ്ട് എല്ലാം ആയിക്കഴിഞ്ഞു. ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സ്ഥലത്താണ് നമ്മൾ ഈ പരിപാടി നടക്കുന്നത്. ഒരു സ്ഥലത്ത് താലികെട്ട്, ഒരു സ്ഥലത്ത് കല്യാണം എന്ന് പറഞ്ഞ പോലെ.
അപ്പോൾ ഈ ചിക്കൻ്റെ പീസ് എന്ന് ഞാൻ പറഞ്ഞു വലിയ പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ആ മസാലയിലേക്ക് ഇട്ടു. അപ്പോൾ ചിക്കൻ ഓക്കെ ആയി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ അരിയും കൂടി അതിനെ വെന്ത് കിട്ടിയിട്ടുണ്ട്, വെന്ത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഇത് മറ്റേ ദമ്മിടുന്ന രൂപത്തിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ചിക്കൻ്റെ പീസുകൾ മാറ്റിയ ശേഷം ആ പാനിലേക്ക് തന്നെ ഈ റൈസിനെ ഇടുകയാണ്. അടിയിൽ കുറേ ചിക്കനുണ്ട്, കുറേ മസാലയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുകളിൽ നമ്മൾ റൈസായതിനെ, സെല്ല റൈസാണ്, 1.5 കിലോനാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതിലേക്ക് ഇടുകയാണ്. ഇട്ട ശേഷം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വീണ്ടും നമ്മൾ അതിൽ ബാക്കി വന്നിട്ടുള്ള, അതായത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ സാധാരണ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പുകച്ചൂരുണ്ടായിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ പുകച്ചൂര് കൂടി ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന ചിക്കനും കൂടി മുകളിലിട്ട ശേഷം, അപ്പോൾ ചെറിയൊരു വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഒന്ന് ഇത് ചൂടാക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിഞ്ഞു പോവുകയും ചെയ്യും, അതിനോടൊപ്പം അരി കറക്റ്റാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ പുകച്ചൂറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 4-5 മുളക് കൂടി നെട്ടി കൊടുക്കുകയാണ് ഇടുക. അത് നമ്മൾ നെട്ടി കളഞ്ഞ മുളകായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്ത് വെക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ അകത്തേക്ക് കുത്തി വയ്ക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി വയ്ക്കുന്നു. ഇനി നമ്മൾ ഇതിൽ പുകയുടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിയ ശേഷം ഒരു ചെറിയൊരു പാനിൽ, ഒരു സ്റ്റീലിൻ്റെ ഏതെങ്കിലും പാത്രത്തിൽ വിറകടുപ്പിൽ നിന്ന് ഏതാനും കനലുകൾ കോരി ഇടുക. അതല്ലെങ്കിൽ ചിരട്ടിയുടെ ചീളുകൾ കത്തിച്ച ശേഷം അതിലേക്ക് ഇത്തിരി എണ്ണയൊഴിച്ചു കഴിഞ്ഞാൽ പുകയിടൽ സുഖസുന്ദരമായി നടക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പുകച്ചൂര് കറക്റ്റ്. ബിരിയാണി മതി അല്ലേ? നേരത്തെ പറഞ്ഞ ചട്നിയാണ്, എന്താണ് ഉണക്കമുളക്, ബെല്ലം, പിന്നെന്താണ് അത് വേവിച്ചിട്ട് പുളി ഒക്കെ ആയിട്ട്. അതെനിക്ക് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് തക്കാളി ചട്നി. ഇത് നേരത്തെ മിക്സിയിലിട്ട് കാണിച്ചിട്ടുണ്ട്, പുറത്തേക്ക് എടുത്തിട്ട്. പുതിയൊരു സലാഡാണ് വിത്ത് ഹണി. എന്നറിയുമല്ലോ അല്ലേ? എന്നതാ ഇതിൻ്റെ മെയിൻ ആള് ഇവരാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓക്കെ തുടങ്ങിക്കോ. എങ്ങനെ പറയാ? അപ്പോ ഓരോരുത്തർ അഭിപ്രായം പറയും. ഞാൻ പറയാം. ആദ്യം ചില്ലി ചിക്കൻ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീട്ടിലൊന്നും വെക്കുമ്പോ ഇങ്ങനത്തെ ഒരു ഇത് കിട്ടാറില്ല. ഹോട്ടലിൽ കഴിക്കുമ്പോ ഇതേപോലെ വരും. പക്ഷെ ആ മുകളിലത്തെ കവറിങ്ങും ഇത് ആലത്തൂര് വന്നില്ലേ? ആലത്തൂര് കുറച്ചു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ എഫക്ട് കൃത്യമായിട്ട് ആ മാഗി ക്യൂബിന്റെ അത് മാഗി ബാധിക്കല്ല, ചോറിന്റെയാണ്. ആ ചോറിന് ബാക്കി ഓരോന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് അതെനിക്ക് പറയാനുണ്ടോ?